നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമിയുടെ അകക്കാമ്പിന്റെ ഭ്രമണം മന്ദഗതിയിലായി സ്ഥിരീകരിക്കുന്ന പഠന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അകക്കാമ്പ് ഉപരിതലത്തേക്കാൾ വേഗത്തിൽ കറങ്ങുന്നുവെന്നായിരുന്നു നേരത്തെ പഠനങ്ങൾ തെളിയിച്ചിരുന്നത്. എന്നാൽ 2010 മുതൽ ഭൂമിയുടെ ആന്തരിക ഭാഗം ഭ്രമണം ചെയ്യുന്നതിന്റെ വേഗത കുറഞ്ഞുവെന്നും ഉപരിതലത്തേക്കാൾ പതുക്കെയാണ് കറങ്ങുന്നതെന്നും നേച്ചർ ജേണലിലെ പഠനം പറയുന്നു. ഈ മാറ്റം ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാം. ദിവസ ദൈർഘ്യത്തിന്റെ സെക്കൻഡിന്റെ അംശത്തിൽ മാറ്റം വരുമെന്നും പഠനം വ്യക്തമാക്കി. ദീർഘകാലത്തെ നിരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ലഭിച്ച വിവരത്തിൽ അകക്കാമ്പ് പതിയെയാണ് കറങ്ങുന്നതെന്ന് തെളിഞ്ഞതായി പഠനത്തിൽ നേതൃത്വം വഹിച്ച USC ഡോൺസെയ്ഫ് കോളേജ് ഓഫ് ലെറ്റേഴ്സ്, ആർട്സ് ആൻഡ് സയൻസിലെ എർത്ത് സയൻസ് പ്രൊഫസറായ ജോൺ വെഡേൽ പറഞ്ഞു. വിവിധ വൽക്കങ്ങളായാണ് ഭൂമിയുടെ ഘടന. പുറന്തോട്, ആവരണം, പുറംകോർ, അകക്കാമ്പ് എന്നിങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത്. ഏറ്റവും പുറംപാളിയാണ് പുറന്തോട്. 4800 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂമിയുടെ അകക്കമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇരുമ്പും നിക്കലും കൊണ്ട് നിർമ്മിതമായ അകക്കാമ്പ് ചുട്ടുപഴുത്തതും വ്യാപ്തിയേറിയതുമാണ്. അകക്കാമ്പിന്റെ കറക്കം പുറന്തോടിനെ അപേക്ഷിച്ച് കുറയുന്നുവെന്ന് ആദ്യം തിരിച്ചറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നും, എന്നാൽ 24 തവണയിലേറെ ഈ കണ്ടെത്തൽ ആവർത്തിച്ചതോടെയാണ് അവിചാരിതമെന്നോ യാദൃച്ഛികമെന്നോ ഇതിനെ അവഗണിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതെന്നും ഡോക്ടർ വിദേൽ പറയുന്നു. പതിറ്റാണ്ടുകൾക്കിടെ ആദ്യമായാണ് ഇത്തരത്തിലൊരു മെല്ലെപ്പൊക്ക് ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായ നിരന്തരവുമായ നിരീക്ഷണങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭൂമിയുടെ കാന്തിക വലയം വെള്ളത്താൽ ചുറ്റപ്പെട്ട പുറന്തോടിൽ സൃഷ്ടിക്കുന്ന ചലനങ്ങളും പാറകൾ നിറഞ്ഞ ഭൂവൽക്കത്തിലെ ആഴമേറിയ പ്രദേശങ്ങളിൽ ചെലുത്തുന്ന ഗുരുത്വാകർഷണവുമാണ് ഭൂമിയുടെ അകക്കാമ്പിന്റെ മെല്ലെപ്പൊക്കിന് കാരണമെന്നാണ് ഡോക്ടർ വിദേലും സംഘവും വിശദീകരിക്കുന്നത്. ഈ മെല്ലെപ്പൊക്ക് ഭൂമിയുടെ മൊത്തത്തിലുള്ള ഭ്രമണത്തെ തന്നെ ബാധിച്ചേക്കാം. ഇതുവഴി ഭൂമിയിലെ ദിവസങ്ങളുടെ ദൈർഘ്യവും ഏറും. നിലവിലെ ഭൂമിയുടെ അകക്കാമ്പിന്റെ കറക്കം ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ നിമിഷാർത്ഥങ്ങളുടെ മാറ്റമാകും വരുത്തുക. ഈ ഘട്ടത്തിൽ അത് കണ്ടെത്തുക ദുഷ്കരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭ്രമണം മന്ദഗതിയിലായത് കാരണമാകുന്ന പരിണിത ഫലങ്ങൾ എന്താകുമെന്നറിയാൻ കൂടുതൽ പഠനങ്ങളും പരീക്ഷണങ്ങളും ആവശ്യമാണെന്നും ഗവേഷകർ വ്യക്തമാക്കി. ലോഹദ്രാവത്താൽ നിർമ്മിതമായ പുറക്കാമ്പിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അകക്കാമ്പും പുറക്കാമ്പും ചേർന്നാണ് 3 പാളികളുള്ള ഭൂമിയുടെ ഏറ്റവും ഉള്ളിലെ പാളി. മാന്റിലും ഭൂവൽക്കങ്ങളുമാണ് മറ്റു 2 പാളികൾ. ഭൂമി കുലുക്കങ്ങൾ ഉളവാക്കുന്ന തരംഗങ്ങൾ രേഖപ്പെടുത്തി വിശകലനം ചെയ്താണ് അകക്കാമ്പിന്റെ ഭ്രമണത്തിലെ സാവകാശം ഗവേഷകർ മനസ്സിലാക്കിയത്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപസമൂഹമായ സൗത്ത് സാൻഡ്വിച്ചിൽ 1991, 2023 കാലത്തുണ്ടായ 121 ഭൂമി കുലുക്കങ്ങളുടെ തരംഗങ്ങൾ റെക്കോർഡ് ചെയ്തതായിരുന്നു പഠനം. വൻ ഭൂകമ്പങ്ങൾക്ക് സാധ്യത കൂടുതൽ ദ്വീപുകളിലാണെന്നതാണ് അവിടെ നിന്ന് വിവരം ശേഖരിക്കാൻ കാരണം. പതിറ്റാണ്ടുകൾക്കിടെ ആദ്യമായി അകക്കാമ്പിന്റെ ഭ്രമണം സാവധാനമായെന്ന പഠന സംഘത്തിലെ അംഗമായ ജോൺ വിഡേൽ പറഞ്ഞു. US-ലെ സതേൺ കാലിഫോർണിയ സർവകലാശാല എർത്ത് സയൻസ് വിഭാഗം അധ്യാപകനാണ് ജോൺ. ഭൂമിയുടെ ഭ്രമണവേഗം കുറഞ്ഞത് ആഗോള സമയക്രമ പാലനത്തെ ബാധിക്കുന്നുവെന്ന് ഇക്കൊല്ലം ആദ്യം നേച്ചറിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു പഠനം കണ്ടെത്തിയിരുന്നു. ഭ്രമണം മന്ദഗതിയിലായത് മൂലമുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്താകുമെന്നറിയാൻ കൂടുതൽ പഠനങ്ങളും പരീക്ഷണങ്ങളും ആവശ്യമാണെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. 1991-നും 2023-നും ഇടയിൽ സൗത്ത് സാൻഡ്വിച്ച് ദ്വീപുകൾക്ക് ചുറ്റും ആവർത്തിച്ചുള്ള 121 ഭൂകമ്പങ്ങളിൽ നിന്നുള്ള ഡാറ്റയും സോവിയറ്റ്, ഫ്രഞ്ച്, അമേരിക്കൻ ആണവ പരീക്ഷണങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും പഠനത്തിൽ വിശകലനം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.